നോട്ട് പിൻവലിച്ചതിന് പിന്നാലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 30 ലക്ഷം രൂപയുടെ സ്വർണ്ണ ലോക്കറ്റ് വിൽപ്പന നടന്നത് മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ചീഫ് കമ്മീഷണർ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോടും മാനേജരോടും ദേവസ്വം ആസ്ഥാനത്തെത്താൻ ചീഫ് കമ്മീഷണർ നിർദ്ദേശം നൽകി. ലോക്കറ്റ് വിൽപ്പനയുടെ രജിസ്റ്ററുകളും ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വകുപ്പ് തലത്തിൽ നമ്മളിത് അന്വേഷിക്കുകയാണ്. അത് ശരിയായിട്ട് രീതിയിൽ തന്നെ അത് അന്വേഷിച്ചിട്ട് നമ്മളിതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കാണാം. 8-ാം തീയതി 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം 9, 10 തീയതികളിൽ സ്വർണ്ണ ലോക്കറ്റിന്റെ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. പഴയ നോട്ടുകൾ വാങ്ങിയാണ് 900 ഗ്രാം സ്വർണ്ണ ലോക്കറ്റുകൾ വിറ്റഴിച്ചത്. പിൻവലിച്ച നോട്ടുകൾ വാങ്ങാൻ ക്ഷേത്രങ്ങൾക്ക് അനുമതിയില്ലാതിരിക്കെയാണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ഈ പണം ഉടൻ തന്നെ വിജയ ബാങ്കിലെ അക്കൗണ്ടിൽ അടയ്ക്കുകയും ചെയ്തു. ചോറ്റാനിക്കര ക്ഷേത്രത്തെ മറയാക്കി കള്ളപ്പണം വെളുപ്പിച്ചതിന് പിന്നിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നാണ് വിജിലൻസിന് പരാതി ലഭിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ കഴമ്പുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ വിജിലൻസ് ഡയറക്ടറേറ്റിന് കൈമാറും. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.